ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വിഷയം, ഞാൻ രാവിലെ എക്സസൈസിന് പോയതാണ്. കഴിഞ്ഞപ്പം മനസ്സിലിങ്ങനെ തോന്നിയത് ചെയ്യാമെന്ന് വിചാരിച്ചു. ചില ആൾക്കാർ മനസ്സിലിങ്ങനെ വിചാരിക്കും, ഞാനെല്ലാം പെർഫെക്റ്റാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റാണ്, ആരും കാണത്തില്ല, എന്തും ചെയ്യാം. ബട്ട് നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് പുള്ളിക്കാരെ ചൂണ്ടിക്കാണിക്കും. എന്താണെന്നറിയില്ലേ? സംശയം, എല്ലാത്തിനും സംശയം. സ്വന്തം ഭാര്യയെ സംശയം, ഭാര്യ ഒരു കോൾ ചെയ്ത സംശയം, വീട്ടുകാരായിരിക്കും വിളിക്കുന്നത്, അതിന് സംശയം, വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ സംശയം, എന്തൊക്കെ ചെയ്താലും സംശയമാണ്. എവിടെയെങ്കിലും പോകണമെങ്കിൽ പുള്ളിയെ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വേറെ ആരെ കൂടെ കൊണ്ടുപോകണം. ആരെയും ഒന്ന് വിളിക്കാനേ പറ്റത്തില്ല, അങ്ങോട്ട് നോക്കിയാൽ പ്രശ്നം. ഇതെന്താണ്? ചിലർക്ക് നടക്കുന്നതാണ്. ചില വീടുകളിൽ കല്യാണം കഴിഞ്ഞൊക്കെ തടവറയായിരിക്കും അവർക്ക്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഉണ്ട് കേട്ടോ, അവർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും അങ്ങനത്തെ ചില ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെനിക്ക് അനുഭവമില്ല. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത്, ഒന്ന് അവർക്കെല്ലാവർക്കും ഒന്ന് ഇപ്പോൾ ഭാര്യയ്ക്കായി ഒരു സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുക. അവർ അങ്ങനെ ഒന്നും പോകത്തില്ല. അങ്ങനെ തന്നെ എല്ലാം വിശ്വാസമല്ലേ. നമ്മൾ കല്യാണം കഴിക്കുന്നതും നിങ്ങളെല്ലാം സ്വഭാവം അറിഞ്ഞിട്ടല്ലല്ലോ കിട്ടുന്നത്. പൂർണ്ണമായിട്ട് നിങ്ങളൊരു പെർഫെക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുമോ ഇരുന്നിട്ട്? ഇല്ലാതെ അങ്ങോട്ട് തിരിയുമ്പോൾ മനുഷ്യരല്ലേ അവരും, ജയിലിലല്ലല്ലോ നിങ്ങൾ കെട്ടിക്കൊണ്ടുവരുന്നത്. നിങ്ങളൊരാണല്ലേ, അപ്പോൾ ആ രീതിയിലൊന്ന് കൊടുക്ക്. പോയാൽ ഏതുവരെ പോകാനാണ്? നിങ്ങളും ഓരോരോ തെറ്റുകളൊക്കെ ചെയ്യുന്നില്ലേ അവരറിയാതെ? അപ്പോൾ അവർക്ക് ചിലപ്പം മദ്യപാനം ഇഷ്ടമല്ലായിരിക്കും, സിഗരറ്റ് വലിയ ഇഷ്ടമല്ലായിരിക്കും, കുറേ പറഞ്ഞിട്ടുണ്ടാവും. വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും അത് ചെയ്തിട്ടേ ഇരിക്കും അല്ലേ? എന്നിട്ട് മദ്യപിച്ചിട്ടായിരിക്കും അവിടെ വന്നിട്ട് നീ എന്തിനാ അവളെ ഇവിടെ വിളിച്ച്. അപ്പം നിങ്ങൾ ചെയ്ത ഒരു തെറ്റവിടെയായി. വീണ്ടും അത് ന്യായീകരിച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക ചെയ്യുന്നത്. അതൊരിക്കലും നല്ലതല്ല. കുറച്ചൊക്കെ ഇനിയിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒത്തിരി പേര് കാണും. സംശയം അങ്ങോട്ട് നിങ്ങളൊന്ന് അതിൽ നിന്നൊക്കെ എങ്കിലേ നിങ്ങൾക്ക് ഒരു ജീവിതം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ച് ഇപ്പം 70, 80, 90 വയസ്സിൽ ചാവേണ്ട നമ്മൾ നേരത്തെ ചാവും. ഇവൻ ഞാനുൾപ്പെടെ നമ്മൾ ഒരു കാര്യങ്ങൾ നമ്മളെന്താണ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കുക, അവരുമായിട്ടൊക്കെ ഒന്ന് ഇരിക്കുക. നമ്മളെപ്പോഴും കുറ്റം പറയാൻ വേണ്ടി അവരുടെ അടുത്ത് പോകരുത്. കുറ്റം പറയാൻ നമ്മുടെ വീട്ടിൽ ചെന്ന ഉടൻ കുറ്റം പറയും. അപ്പം ഭാര്യമാരും അമ്മയും കേട്ടോണ്ടിരിക്കും. അതാ വന്ന് പേടിച്ചായിട്ടിരിക്കണം പിള്ളേരെല്ലാം.